നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ 80% പോളിംഗ്. വോട്ടെടുപ്പ് സമാധാനപരം. ചന്ദ്രാപിന്നിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ 80% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് സമാധാനപരമായി സമാപിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 79.35% പോളിംഗ് രേഖപ്പെടുത്തിയത്. കയ്പമംഗലം മേഖലയിൽ പോളിംഗ് സമാധാനപരമായി പൂർത്തിയായി. രാവിലെ 7 മണിയോടെ തന്നെ എല്ലായിടത്തും പോളിംഗ് ആരംഭിച്ചിരുന്നു. നേരിയ മഴയോടെയാണ് പോളിംഗ് ആരംഭിച്ചതെങ്കിലും മഴയെ കൂസാതെ വോട്ടർമാരെത്തിയതിനാൽ രാവിലെ തന്നെ നീണ്ട നിര മിക്ക പോളിംഗ് ബൂത്തുകളിലും പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ നിയോജക മണ്ഡലത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ രാവിലെ പോളിംഗ് കുറവായിരുന്നു. പെരിഞ്ഞനം പഞ്ചായത്തിലെ സെൻട്രൽ LP സ്കൂളിലെ 52-ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് പുതിയ മെഷീൻ കൊണ്ടുവന്ന് വോട്ടെടുപ്പ് പുനരാരംഭിച്ചു. 439 പേർ വോട്ട് ചെയ്ത ശേഷമാണ് യന്ത്രം മാറ്റിയത്. ബാറ്ററിയുടെ കുറവാണ് യന്ത്രം മാറ്റിവെക്കേണ്ടി വന്നത്. രാവിലെ 11:15 സംഭവം. കയ്പമംഗലം പഞ്ചായത്തിലെ പനമ്പിക്കുന്ന് സെൻട്രൽ LP സ്കൂളിലെ 30-ാം നമ്പർ ബൂത്തിലും വോട്ടിംഗ് മെഷീൻ തകരാറിലായിരുന്നു. എന്നാൽ ഇവിടെ മെഷീൻ മാറ്റിവെക്കാതെ തന്നെ വോട്ടെടുപ്പ് പൂർത്തിയാക്കുകയായിരുന്നു. വോട്ട് രേഖപ്പെടുത്തുമ്പോൾ മെഷീൻ പ്രവർത്തിക്കാത്തതായിരുന്നു പ്രശ്നം. അല്പം സമയമെടുത്തിട്ടായാലും വോട്ടെടുപ്പ് പ്രശ്നങ്ങളില്ലാതെ നടന്നു. എന്നാൽ വൈകിട്ട് 4 മണിയോടെ ഒരു സ്ത്രീ വോട്ട് ചെയ്ത് മടങ്ങിയെങ്കിലും മെഷീനിൽ വോട്ട് രേഖപ്പെടുത്താഞ്ഞതിനാൽ ഇവരെ കണ്ടെത്തി മടക്കി കൊണ്ടുവന്ന് വീണ്ടും വോട്ട് ചെയ്യിച്ച ശേഷമാണ് അടുത്തയാൾക്ക് വോട്ട് ചെയ്യാനായത്. 833 പേർ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു ഇത്. നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി MT മുഹമ്മദ് നഹാസ് പാലക്കാട്ടെ കോങ്ങാട് മണ്ഡലത്തിലെ വിയുകുറിശി ഗവൺമെന്റ് LP സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. LDF സ്ഥാനാർത്ഥി ET ടൈസൺ മാസ്റ്റർ എടവിലങ്ങ് കാര സെന്റ് ആൽബന ഹൈസ്കൂളിലും NDA സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണൻ ദഷ്നാഥ് ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് GLP സ്കൂളിലുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. എല്ലായിടത്തും വോട്ടെടുപ്പ് സമാധാനപരമായി പൂർത്തിയായി. കൊടുങ്ങല്ലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി KP ധനപാലൻ പറവൂർ സെന്റ് ജെർമൻസ് LP സ്കൂളിലും LDF സ്ഥാനാർത്ഥി VR സുനിൽകുമാർ പുല്ലൂറ്റ് VK രാജൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ തൃശൂർ മണ്ഡലത്തിലെ വടൂക്കര ഗുരുവിജയം സ്കൂളിലെ 49-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്തത്. തീരദേശ മേഖലയിലെ പ്രമുഖരെല്ലാം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 8:30 TN പ്രതാപൻ MLA വോട്ട് രേഖപ്പെടുത്തി. തളിക്കുളം കുന്നത്ത് പള്ളിക്ക് അടുത്തുള്ള 119-ാം നമ്പർ അംഗൻവാടിയിലെ 17-ാം നമ്പർ ബൂത്തിലായിരുന്നു TN പ്രതാപൻ വോട്ട് രേഖപ്പെടുത്തിയത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PI ഷൗക്കത്തലിയോടൊപ്പമാണ് MLA വോട്ട് ചെയ്യാനെത്തിയത്. ബൂത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർക്കൊപ്പം ക്യൂവിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുവാൻ നിന്നത്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ തുടർഭരണം ഉണ്ടാകണമെന്നാണ് പോളിംഗ് നൽകുന്ന സൂചനയെന്ന് TN പ്രതാപൻ MLA പ്രതികരിച്ചു. ബാലചന്ദ്രൻ വടക്കേടത്ത് നാട്ടിക SN കോളേജിലെ 105-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 7:45 അദ്ദേഹം തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. SN കോളേജിൽ രാവിലെ മുതൽ സ്ത്രീ വോട്ടർമാരുടെ നീണ്ട ക്യൂ ദൃശ്യമായിരുന്നു. രാഷ്ട്രീയ വർഗീയ ഫാസിസത്തിനും ഇന്ത്യൻ ഫാസിസത്തിനും എതിരായ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേതെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ബാലചന്ദ്രൻ വടക്കേടത്ത് അഭിപ്രായപ്പെട്ടു. സംവിധായകൻ കമൽ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ലോകമലേശ്വരം ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ ബൂത്തിലാണ് രാവിലെ 10 മണിയോടെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. മാതാവിന്റെ വേർപാടിനിടയിലും വേദനകൾ ഉള്ളിലൊതുക്കി യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലി വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണം നൽകിയ ആവേശത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ PM സാദിഖ് അലി. പക്ഷാഘാതത്തെ തുടർന്ന് രോഗശയ്യയിലായിരുന്ന മാതാവ് ഐഷുവിന്റെ പരിചരണത്തിനും സാദിഖ് അലി ഇതിനിടയിലും സമയം കണ്ടെത്തിയിരുന്നു. തൃശൂർ മദർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇന്നലെ രാത്രി മാതാവ് ആയിഷ മരിച്ചത് സാദിഖ് അലിയെ ഏറെ ദുഃഖിതനാക്കി. നാട്ടിക മാപ്പിള LP സ്കൂളിലെ 103-ാം നമ്പർ ബൂത്തിലായിരുന്നു സാദിഖ് അലിക്ക് വോട്ട് ചെയ്യേണ്ടിയിരുന്നത്. ഇന്ന് രാവിലെ 7 മണിക്ക് ആദ്യ വോട്ട് രേഖപ്പെടുത്തുവാനും നിശ്ചയിച്ചിരിക്കെയാണ് മാതാവിന്റെ വിയോഗം. ഇതോടെ മാതാവിന്റെ ഖബറടക്കം കഴിഞ്ഞ് വോട്ട് ചെയ്യുവാൻ PM സാദിഖ് അലി തീരുമാനിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 12:30 നാട്ടിക ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ സാദിഖ് അലിയുടെ മാതാവിന്റെ മൃതദേഹം ഖബറടക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പായതിനാൽ പല പ്രമുഖർക്കും ഖബറടക്ക ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായില്ല. എങ്കിലും സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം ഖബറടക്ക ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തി. വൈകിട്ട് 3:30 PM സാദിഖ് അലി മാപ്പിള LP സ്കൂളിലെത്തി തന്റെ വോട്ടവകാശം വിനിയോഗിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തന്നെ തനിക്ക് അനുകൂലമായ സാഹചര്യം ഉള്ളതായി ബോധ്യപ്പെട്ടുവെന്ന് PM സാദിഖ് അലി പറഞ്ഞു. പ്രചാരണത്തിൽ കണ്ട അനുകൂല സാഹചര്യം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. 49-ാം വയസ്സിൽ കന്നി വോട്ട് രേഖപ്പെടുത്തിയതിന്റെ സന്തോഷത്തിലാണ് സുജിത് കുമാർ.
ഭിന്നലിംഗത്തിൽപ്പെട്ട ഇടമുട്ടം പാലപ്പെട്ടി സ്വദേശി മാരാത്ത് സുജിത് കുമാറാണ് 49-ാം വയസ്സിൽ കന്നി വോട്ട് രേഖപ്പെടുത്തിയത്. ആൺ പെൺ കോളങ്ങൾക്ക് പുറമെ ഭിന്നലിംഗക്കാർക്കായി മൂന്നാമതൊരു കോളം ഉൾപ്പെടുത്തണമെന്ന സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഈ നിയമം നിലവിൽ വന്ന് ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് സുജിത് കുമാർ തനിക്ക് ലഭിച്ച സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. പാലപ്പെട്ടിയിലെ സരസ്വതി വിലാസം UP സ്കൂളിലെ 133-ാം നമ്പർ ബൂത്തിലായിരുന്നു സുജിത് കുമാറിന് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം താനൊരു വോട്ടറായുള്ള സന്തോഷവും വോട്ടർ സ്ലിപ്പ് ഉയർത്തിക്കാട്ടി കാണിച്ചാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ടർ പട്ടിക ഇത്തവണ തയ്യാറാക്കിയത്. വോട്ടർ പട്ടിക പൂർത്തിയാക്കിയപ്പോൾ സാങ്കേതിക തടസ്സങ്ങൾ മറികടന്ന് ഭിന്നലിംഗക്കാർക്കുള്ള കോളത്തിൽ ഇടം പിടിക്കാനായത് ജില്ലയിൽ സുജിത് കുമാറിന് മാത്രമാണ്. തൃക്കാക്കര മണ്ഡലത്തിലാണ് സംസ്ഥാനത്ത് മറ്റൊരു ഭിന്നലിംഗ വോട്ടർ ഉള്ളത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 13 ഭിന്നലിംഗ വോട്ടർമാരാണ് ജില്ലയിൽ ഉണ്ടായിരുന്നത്. കതിർ മണ്ഡപത്തിൽ നിന്നും വധൂവരന്മാർ പോയത് പോളിംഗ് ബൂത്തിലേക്ക്. കയ്പമംഗലം പഞ്ചായത്തിലെ 3-ാം വാർഡിലെ തോട്ടാരത്ത് പരേതനായ വിനോദിന്റെയും കാഞ്ചനയുടെയും മകൻ വിവേകും സമീപവാസിയായ മരത്തെഴുത്ത് രമേശിന്റെയും അമ്പിളിയുടെയും മകൾ രേഷ്മയുമാണ് വിവാഹദിനത്തിൽ സമ്മതിദാനാവകാശവും രേഖപ്പെടുത്തിയത്. തിങ്കളാഴ്ച രാവിലെ ചാമക്കാല ബീച്ച് പാലസിലായിരുന്നു ഇവർ തമ്മിലുള്ള വിവാഹം. താലികെട്ടിനു ശേഷം ഭക്ഷണവും കഴിച്ച് വരന്റെ വീട്ടിലെത്തിയ ശേഷമാണ് വധൂവരന്മാർ പോളിംഗ് ബൂത്തിലെത്തിയത്. കൂരിക്കുഴി AMUP സ്കൂളിലെ 26-ാം നമ്പർ ബൂത്തിലായിരുന്നു ഇരുവർക്കും വോട്ട്. വിവാഹ വസ്ത്രങ്ങളിൽ തന്നെ പോളിംഗ് ബൂത്തിലെത്തിയ ഇവരെ കണ്ട് മറ്റു വോട്ടർമാർ വധൂവരന്മാർക്ക് വേഗം വോട്ട് ചെയ്ത് മടങ്ങുവാൻ അവസരം നൽകുകയും ചെയ്തു. ഉച്ചയ്ക്ക് 2:45 വോട്ട് രേഖപ്പെടുത്തിയ ഇരുവരും വിവാഹ വിരുന്നിനെത്തിയ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങാനായി വീണ്ടും വിവാഹ ഹാളിലേക്ക് മടങ്ങി. കതിർ മണ്ഡപത്തിൽ നിന്നിറങ്ങിയ വധു വിവാഹ സൽക്കാരത്തിന് മുൻപേ വരനെയും കൂട്ടി സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. വലപ്പാട് സ്വദേശി വളവത്ത് തമ്പിയുടെ മകൾ രചനയാണ് വിവാഹ ചടങ്ങ് കഴിഞ്ഞയുടൻ തന്റെ വോട്ട് രേഖപ്പെടുത്തിയത്. ചാമക്കാല സ്വദേശി കോവിൽ തെക്കേവളപ്പിൽ രാജേഷ് ആയിരുന്നു വരൻ. വലപ്പാട് ആരയമ്പറമ്പിൽ ക്ഷേത്രത്തിലായിരുന്നു വിവാഹ ചടങ്ങ്. വിവാഹ ചടങ്ങിന് മുൻപ് തന്നെ രാവിലെ വരൻ രാജേഷ് ചാമക്കാല സ്കൂളിൽ തന്റെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. വലപ്പാട് വിവാഹ ചടങ്ങ് കഴിഞ്ഞയുടൻ വധു രചന എത്രയും വേഗം വോട്ട് രേഖപ്പെടുത്തുവാനുള്ള ആഗ്രഹം രാജേഷിനെ അറിയിച്ചു. രാജേഷ് ഉടൻ തന്നെ രചനയെയും കൂട്ടി പോളിംഗ് കേന്ദ്രമായ വലപ്പാട് GDMLP സ്കൂളിൽ എത്തുകയായിരുന്നു. സ്കൂളിലെ 114-ാം നമ്പർ ബൂത്തിലായിരുന്നു രചനയ്ക്ക് വോട്ട്. രാവിലെ മുതലുണ്ടായ ചാറ്റൽ മഴയെയും അവഗണിച്ച് വോട്ടർമാരുടെ വലിയ നിരയായിരുന്നു സ്കൂളിൽ. സ്ത്രീകളും പ്രായം ചെന്നവരും ഏറെയുണ്ടായിരുന്നു വധൂവരന്മാർ പോളിംഗ് സ്റ്റേഷനിൽ എത്തുമ്പോൾ. വിവാഹ ചടങ്ങ് കഴിഞ്ഞെത്തിയതാണെന്നറിഞ്ഞപ്പോൾ ക്യൂവിലുണ്ടായിരുന്ന വോട്ടർമാരെല്ലാം വധുവിന് ആദ്യം വോട്ട് ചെയ്യുവാൻ സൗകര്യവും ഏർപ്പെടുത്തി. ചന്ദ്രാപ്പനി 17-ൽ കാറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. വൈറ്റില സ്വദേശി മനമായി പറമ്പിൽ ഗോഡ്ഫ്രേ, പുല്ലൂറ്റ് സ്വദേശി കുന്നത്ത് വീട്ടിൽ പ്രസന്നൻ, മക്കളായ ആദിത്ത്, അമൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെയാണ് അപകടം. പരിക്കേറ്റവരെ ചന്ദ്രാപ്പനിയിലെ എക്സ് പ്രവർത്തകർ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമുള്ളതല്ല. ചന്ദ്രാപ്പനിയിൽ ദേശീയപാതയോരത്തെ മരത്തിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. ചന്ദ്രാപ്പനി പെരുമ്പടപ്പ് UP സ്കൂളിനടുത്തുള്ള തണൽ മരത്തിനാണ് തീപിടിച്ചത്. പരിസരത്തെ വ്യാപാരികൾ ചേർന്ന് ബക്കറ്റിൽ വെള്ളം കോരിയൊഴിച്ച് തീയണച്ചുവെങ്കിലും മരത്തിന്റെ അകം പൊള്ളയായതിനാൽ മരം പുകഞ്ഞുകൊണ്ടിരുന്നത് നിർത്താനായില്ല. തുടർന്ന് കൊടുങ്ങല്ലൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി വെള്ളം പമ്പ് ചെയ്താണ് തീയും പുകയും പൂർണ്ണമായും ഒഴിവാക്കിയത്. ഞായറാഴ്ച രാത്രി 7:30-യോടെയാണ് സംഭവം. ഉച്ചയോടെ പരിസരം വൃത്തിയാക്കിയ ശേഷം ആരോ തീയിട്ടതിൽ നിന്നുമാണ് മരത്തിന് തീപിടിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ 80% പോളിംഗ്. വോട്ടെടുപ്പ് സമാധാനപരം. ചന്ദ്രാപ്പിനിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.